ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു 4K സ്റ്റാറ്റസ് വീഡിയോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും നമ്മുടെ ഫോണിൽ തന്നെ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനേക്കാളും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോയിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഈ 3 ആപ്സാണ് സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഷോട്ടിലാണ് സ്റ്റാറ്റസ് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കൈൻ മാസ്റ്റർ യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കത് 60 FPS ആക്കാനാണ്. കാരണം കൈൻ മാസ്റ്ററിൽ നമ്മൾ ഇൻഷോട്ട് ചെയ്യണ മിക്ക ഓപ്ഷൻസും കൈൻ മാസ്റ്ററിൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇൻഷോട്ടിൽ വീഡിയോ ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാം. ഇൻഷോട്ട് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എന്നുള്ളതിൽ പോയിട്ട് ന്യൂ എന്നുള്ള ഇതുമ്മ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതെ, ഞാൻ ഈ വീഡിയോ ആണ് സെലക്ട് ചെയ്തേക്കണേ. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിലുള്ളൊരു വീഡിയോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അത് അതിന് വേണ്ടി നമുക്ക് ഫിൽറ്ററിൽ പോയിട്ട് അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ എടുത്തോടാം. അതിൽ നമുക്ക് ബ്രൈറ്റ്നെസ് ഇച്ചിരി അങ്ങോട്ട് കൂട്ടി കൊടുക്കാം. പിന്നെ കോൺട്രാസ്റ്റും കുറച്ച് ഒന്ന് ഇച്ചിരി ഡാർക്കാക്കി കൊടുക്കാം. പിന്നെ മെയിനായിട്ട് വരുന്നതാണ് സാച്ചുറേഷൻ ഇച്ചിരി കൂട്ടിയിടാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് HSL എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതാണ് നമ്മുടെ മെയിനായിട്ട് സ്റ്റാറ്റസിൻ്റെ ക്ലാരിറ്റിയും കളറൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ളത്. നമുക്ക് അതെടുക്കാം. അതിലപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു എല്ലാ കളറിൻ്റെ ഒരു ഇത് വരും. അതിൽ നമ്മളിപ്പോൾ ഇതാ പുല്ലിൻ്റെ കളറാണ് മെയിനായിട്ട് ഇതാക്കുന്നത്. അപ്പോൾ നമുക്ക് പച്ചയമ പിടിച്ചിട്ട് ഇതാ പുല്ലിൻ്റെ കളറൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൈൻ്റെ കളർ ഇതിൽ ഓറഞ്ചാണ്. അപ്പോൾ അത് ഓറഞ്ചായിട്ട് നമുക്കൊന്ന് അതൊന്ന് ഡിഗ്രീസ് എടുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൈൻ്റെ കളറൊന്ന് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആകാശത്തിൻ്റെ കളറ് ഒന്ന് കൂട്ടണം. ഇത് അങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഓരോന്നിനും അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ ഏത് കളറാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അതിന് ശേഷം വീണ്ടും സാച്ചുറേഷനിൽ ഇതാ കളറുകൾ തന്നെ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ നോക്കി നിങ്ങൾക്ക് പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലും റിപ്പീറ്റ് ചെയ്യുക. ഓരോ കളർ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും നിങ്ങൾക്ക് തന്നെ അതിൽ വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടേത് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതേ ഇവിടെ ഒരു ഇറേസറിൻ്റെ ചിഹ്നം പോലത്തെ ചിഹ്നമുണ്ട്. അതുമ്പോൾ തൊട്ടാൽ നമ്മളുടെ ആദ്യം എങ്ങനെ ഇരുന്നു എന്നാണ്. ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോ പണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ അതിലേക്ക് നല്ലോണം തന്നെ കളർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടിക്ക് മാർക്കുമ്പോൾ തൊടാം. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് ഹൈലൈറ്റ് എന്നുള്ളതാണ്. ഹൈലൈറ്റ് ഒന്ന് ഇച്ചിരി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരി ഷാർപ്പനും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ഇവിടെ ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ട നേരത്തെക്കാളും നമ്മുടെ കളറൊക്കെ നല്ലോണം തന്നെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ ഇരട്ടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കളറൊക്കെ നല്ലോണം തന്നെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ചെയ്തതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ 1080p എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് കസ്റ്റമൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ തൊടാം. അപ്പോൾ നമുക്ക് 4K വീഡിയോ ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്യണത്. അപ്പോൾ 2160p എന്നുള്ള ഇത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 2160p എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ അടിച്ച് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നല്ലോണം തന്നെ കളറൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് 60 FPS കൺവേർട്ട് ചെയ്യാം.
അപ്പോൾ നമുക്ക് 60 FPS കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞാൻ കൈൻ മാസ്റ്ററാണ് യൂസ് ചെയ്യണത്. ഇത് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോവുകയാണെങ്കിൽ സ്ലോമോ ക്യാം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ 60 FPS ആക്കണ ആപ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ഇപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഇടാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൈൻ മാസ്റ്ററാണ്, അതായാലും മതി. അപ്പോൾ അതിപ്പോൾ ഞാൻ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ ഉണ്ടാവും, അതിൽ പോവാം. എന്നിട്ട് ഏറ്റവും അടിയിൽ അഡ്വാൻസ് ആൻഡ് എക്സ്പെരിമെൻ്റൽ സെറ്റിങ്സ് എന്നുണ്ട്, അതെടുക്കാം. അതെടുത്ത് കഴിയുമ്പോൾ അലോ എക്സ്പോർട്ട് ഫ്രെയിം റേറ്റ് അപ് ടു 60 FPS എന്നുണ്ടാവും. അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് അനേബിൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് വരാം. എന്നിട്ട് ഈ പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ഹൊറിസോണ്ടലായിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ നമ്മൾ വെർട്ടിക്കലായിട്ടാണല്ലോ നമ്മൾ വാട്സപ്പിൽ ഇടാറ്. അപ്പോൾ നമുക്ക് 9:60 എന്നുള്ള ഫ്രെയിം റേറ്റ് എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഇത് ചെയ്ത വീഡിയോ നമുക്ക് എടുക്കാം. ഇത് നമ്മുടെ വീഡിയോ ഇതായിട്ടുണ്ട്. അത് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ റൊട്ടേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതിപ്പോൾ പ്ലേ ഒക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് അത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് നോക്കുന്നത് 4K 2160p 60 FPS എന്ന് വെച്ചാൽ ഫ്രെയിം റേറ്റിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ 60 FPS കടന്നാലേ നമ്മൾക്ക് നമ്മുടെ വീഡിയോയിൽ സ്മൂത്ത്നെസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ഇപ്പോൾ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്ക് പോവാം. അപ്പോൾ അതിനുശേഷം നമ്മുടെ വീഡിയോ നമുക്കതൊന്ന് കംപ്രസ് ചെയ്തെടുക്കണം. കാരണം അപ്പോൾ നമ്മുടെ വീഡിയോ 16 MB കൂടുതൽ കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ അത് വാട്സപ്പിൽ ഇടുമ്പോൾ ഓട്ടോമാറ്റിക് കംപ്രസ് ആവും. അതാണ് നമ്മൾ കംപ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് 16 MB താഴെ ആക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചാണ് വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ടത് നമ്മൾക്കൊന്ന് കംപ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫയൽ ബെറ്റർ ക്വാളിറ്റി എന്നുള്ള ഇതിലാണ് ഞാനിപ്പോൾ കംപ്രസ് ചെയ്യണത്. അപ്പോൾ കംപ്രസ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇപ്പോൾ കംപ്രസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനാലിറ്റി വീഡിയോ. അപ്പോൾ നമുക്ക് ഒറിജിനൽ വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനാലിറ്റി വീഡിയോ. അതിനുശേഷം നമുക്ക് കംപ്രസ് ചെയ്തൊന്ന് എടുത്ത് നോക്കാം. കണ്ട, നമ്മൾക്ക് അധികം ക്വാളിറ്റി ലോസ് ഒന്നും നമ്മുടെ വീഡിയോക്ക് സംഭവിച്ചിട്ടില്ല. നമുക്ക് 4K പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിപ്പോൾ എത്ര സൈസ് ഉണ്ടെന്ന് നോക്കാം. ഇതേ കണ്ട, ഇപ്പോൾ നമുക്കിത് ഫയൽ സൈസ് ആകെ 12 MB ഉള്ളൂ. അപ്പോൾ നമുക്ക് ധൈര്യപ്പെട്ട് തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടാം. കാരണം നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി ഇനി വാട്സപ്പിൽ ഇട്ടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും പിന്നെ കമൻറ്റൊക്കെ ചെയ്യുക.